സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നോണ്ടിരിക്കണ മക്കള്. പ്ലീസ് ഗവൺമെന്റ് ഇത് വേണമെങ്കിൽ ഇത് പറയുമ്പോഴേ അല്ല ഇത് വേണമെങ്കിൽ ഇത് പറയുമ്പോഴേ സ്റ്റേജ് കയറി നീ കള്ളു കുടിച്ചിട്ടില്ലടാ വേടത്തൊക്കെ സ്റ്റേജ് കയറി പറയണെന്ന് പറയും നിങ്ങള്. മനസ്സിലായോ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ വിഷമിപ്പിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നോണ്ടിരിക്കണ മക്കള്. പ്ലീസ് ഗവൺമെന്റ് ഇത് വേണമെങ്കിൽ ഇത് പറയുമ്പോഴേ അല്ല ഇത് വേണമെങ്കിൽ ഇത് പറയുമ്പോഴേ സ്റ്റേജ് കയറി നീ കള്ളു കുടിച്ചിട്ടില്ലടാ വേടത്തൊക്കെ സ്റ്റേജ് കയറി പറയണെന്ന് പറയും നിങ്ങള്. മനസ്സിലായോ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. യുവതലമുറയെ ഇളക്കിമറിച്ച റാപ്പർ വേടന്റെ ഉപദേശമാണ് ഇങ്ങനെ കേട്ടത്. ഇങ്ങനെ ഉപദേശിച്ച് നടന്ന റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടിച്ചെടുത്തു. ലഹരി ഉപയോഗിക്കുന്നുവെന്ന് രഹസ്യവിവരത്തെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിലായിരുന്നു പോലീസിന്റെ പരിശോധന. ഫ്ളാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. 9 പേരടങ്ങുന്ന സംഘമാണ് റാപ്പർ വേടന്റെ ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ലഹരി ഉപയോഗിച്ചതായി വേടൻ, അതായത് റാപ്പർ വേടൻ സംബന്ധിച്ചതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആൾട്ട് പ്ലസ് ടാലന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് ഒരു വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവിടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. എല്ലാം കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. എല്ലാവരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല. അത് അവരുടെ മേശപ്പുറത്തും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള നിയമനം നടപടി ചെയ്യും. അതെ, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ അറിവ് കിട്ടിയതിന് പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ട്. അത് അവർ ഷോയ്ക്ക് കിട്ടിയ പണമായിരുന്നു. എത്ര പണം കിട്ടിയിട്ടുണ്ട് സാർ? ഒരു 9.5 ലക്ഷം രൂപ. അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റു മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനുള്ള സാധനമാണ്. ഇപ്പോൾ അവർക്ക് കിട്ടിയ പൈസ ക്യാഷായിട്ട് കിട്ടിയെന്നാണ് ക്യാഷായിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞു. അവർ നിലവിൽ 9 പേരാണ്. അവർ നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. വേടന്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിന് മുന്നിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം ഈ വേടൻ തൻ്റെ സംഗീത പരിപാടിക്കിടെ ലഹരിക്കെതിരെയൊക്കെ ബോധവൽക്കരണം നടത്താറുള്ളതാണ്. അങ്ങനെ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കരുതെന്ന് ഉപദേശിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്, ഒരു വ്യക്തിയുടെ ഫ്ളാറ്റിൽ നിന്നാണ്, ഒരു കലാകാരൻ്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ ലഹരി കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതുപോലെ സിനിമാ മേഖലയ്ക്കൊപ്പം തന്നെ കലാരംഗത്തും ഈ ലഹരി മാഫിയ പിടിമുറുക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് തന്നെയല്ലേ ഇത് ആരൊക്കെയായിരുന്നു ഈ വേടനൊപ്പം ആ ഫ്ളാറ്റിൽ ആ സമയം ഉണ്ടായിരുന്നത്? പോലീസിന്റെ പരിശോധനയിൽ നിന്നും ഈ ലഹരി കൂടാതെ മറ്റെന്തൊക്കെയാണ്, കഞ്ചാവ് കൂടാതെ മറ്റെന്തൊക്കെയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്? ടോം, 9 പേരാണ് വേടനടക്കം ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ഈ 9 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9.5 ലക്ഷം രൂപയും ഈ കഞ്ചാവുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. 6 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ 7 ഗ്രാം എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു വന്നിരുന്നത്. 6 ഗ്രാം എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിൽ പാലസ് CI AJ യേശുദാസാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ഈ 9.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇവരുടെ പ്രോഗ്രാമിന് ലഭിച്ചിരുന്ന തുകയാണ്. അത് മറ്റുള്ളവർക്കും എല്ലാവർക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്നതാണ് എന്നുള്ള വിശദീകരണമാണ് വേടൻ നൽകിയിട്ടുള്ളത്. മൊബൈൽ ഫോണുകൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഞ്ചാവ് റൂമിലെ മേശയിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. എവിടെ നിന്നെത്തി എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ വ്യക്തമാക്കില്ല. അത് പോലീസിന് വ്യക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് സോഴ്സ് ഇപ്പോൾ വെളിപ്പെടുത്താൻ നിവൃത്തിയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ ന്യൂജന് അങ്ങേയറ്റം ഹരമായി കൊണ്ടിരുന്ന ഒരു ഗായകൻ കൂടിയാണ്. കഴിഞ്ഞ തവണ ഈ
കനകക്കുന്നിലെ പരിപാടിക്ക്, അതായത് 6000 പേര് നിന്ന് കാണേണ്ടുന്ന ഇടത്ത് 15,000 പേരെ കൺട്രോൾ ചെയ്യാൻ സ്പെഷ്യൽ സ്ക്വാഡ് ആ സമയത്ത് പെട്ട പാട് നമുക്കറിയാം. അത് അങ്ങനെ ന്യൂജന് വളരെയധികം ഭാരമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ടോൺ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കലി കൂടുതൽ അവെയർ ആകുക എന്നുള്ള ഉദ്ഘോഷവും അവബോധനവും ഒക്കെ ആയിരുന്നു വേടൻ്റെ പാട്ടുകളിലൂടെയും വേടൻ്റെ സംസാരങ്ങളിലൂടെയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വേടൻ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നത് അതുതന്നെയായിരുന്നു. കഴിഞ്ഞ തവണയും ഈ ലഹരി നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കരുത് എന്നുള്ള മെസ്സേജ് തന്നെ വേടൻ്റെ ഈ മെസ്സേജ് തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങേറ്റം ഹിറ്റായിക്കൊണ്ടിരുന്നത്, അത് അങ്ങേറ്റം വൈറലായിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ പല വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴും പക്ഷേ സ്വന്തം ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആകുന്നില്ല. 2022 അങ്കമാലിയിൽ ഇത്തരത്തിൽ വേടനെതിരെ ഒരു കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതും മൂന്നാറിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി പോലീസ് നടത്തിയ ഒരു സാധാരണ വാഹന പരിശോധനയിലാണ് ഈ വാഹനത്തിൽ നിന്നും വേടൻ്റെ വസ്ത്രത്തിൽ നിന്നുമാണ് അത് കഞ്ചാവ് അന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 2022 ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്നും ഈ പറയുന്നത് പോലെ അയലൻ കുർദിയെ പറ്റി പറയുന്നു, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ സാഹചര്യത്തെപ്പറ്റി പറയുന്നു, എമ്പുരാനെതിരെ കാർന്നവന്മാരോട് ഉദ്ദേശിക്കുന്നതൊക്കെയാണ്, നിങ്ങൾ കൂടുതൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവും മക്കളെ എന്ന് പറഞ്ഞ് ഉദ്ഘോഷിക്കുന്ന ഒരാൾ തന്നെ ഇത്തരത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നടത്തുന്ന ഒരാൾ തന്നെ ഇത്തരത്തിൽ അധപ്പതിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം സർക്കാരിൻ്റെ ഇടുക്കിയിലെ പരിപാടിയിൽ നിന്ന് വേടൻ്റെ പ്രോഗ്രാം ഒഴിവാക്കിയിട്ടുണ്ട്. അതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും റൂമിലെ മേശയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. ഷോകൾ നടത്തിയിട്ടുള്ള ഷോയിൽ നിന്നും കിട്ടിയിട്ടുള്ള പണമാണ് 9 ലക്ഷം രൂപ. അത് ഒപ്പമുണ്ടായിരുന്നവർക്ക് വീതിച്ച് നൽകാൻ വേണ്ടി വെച്ചിരുന്നതാണ് എന്നുള്ള വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. 9 പേർക്കെതിരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. 9 പേരായിരുന്നു ഈ ഫ്ളാറ്റിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കേസാണ് 6 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത്. 1 മുതൽ 999 വരെയുള്ള ഗ്രാം സ്മോൾ ക്വാണ്ടിറ്റി ഇതിൽ വകുപ്പിലാണ് എക്സൈസ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കേസാണ്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കേസാണെങ്കിൽ പോലും ടോം ഇപ്പോൾ സൂചിപ്പിച്ചത് സിനിമാ മേഖലയിലും പ്രവർത്തകരും ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്നത്, പ്രത്യേകിച്ചും യുവജനങ്ങളുടെ ന്യൂ ജനറേഷൻ്റെ ഹരമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായകൻ ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുന്നത് ഒരു നല്ല മെസ്സേജ് അല്ല സമൂഹത്തിന് നൽകുന്നത്. കേട്ടോ, തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ ചെറുപ്പക്കാരിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നവരാണ് ഈ വേടനെ പോലുള്ള കലാകാരന്മാര്. അവർ ഈ ലഹരിയിലേക്ക് പോകുമ്പോൾ, ലഹരിക്ക് അടിമകളാകുമ്പോൾ ഇന്ന് ഈ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയായി ചൂണ്ടിക്കാണിക്കാവുന്ന രീതിയിൽ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആജ്ഞ, നമുക്കറിയാം നേരത്തെ പോലീസിന്റെ ചില നിരീക്ഷണത്തിൽ ഈ സിനിമാ മേഖലയിലുള്ളവരും അതോടൊപ്പം കലാരംഗത്തുള്ള, പ്രത്യേകിച്ച് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. നേരത്തെ തന്നെ കൃത്യമായ ചില സൂചനകൾ പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വേടനെ കൂടാതെ അങ്ങനെയെങ്കിൽ ഈ കലാരംഗത്തുള്ള, സംഗീത രംഗത്തുള്ള കൂടുതൽ പേരിലേക്കും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങേണ്ടതല്ലേ? ടോം സൂചിപ്പിച്ചതുപോലെ വലിപ്പ ചെറുപ്പമില്ലാതെ പോലീസ് ഈ കാര്യത്തിൽ കൂടുതൽ ലഹരി വിരുദ്ധ സംഘം ഇക്കാര്യത്തിൽ കൂടുതൽ ആക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നിട്ടുള്ള ലഹരി പരിശോധനയും അതിൻ്റെ ഫലവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെയാണ്. അതായത് ലഹരി വിമുക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ സമൂഹത്തെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പോലീസിനുണ്ട്, ഡാൻസർ സംഘത്തിനുണ്ട്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വലിപ്പ ചെറുപ്പമില്ലാതെ ആളുകളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക, അത് കണ്ടെത്തുക, അവർക്കെതിരെ നടപടികൾ ശക്തമാക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോലീസ് എത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ കലാകാരന്മാർക്കിടയിലായാലും സിനിമാ മേഖലയിലായാലും ലഹരിയുടെ വ്യാപനം ഏറുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലാക്കപ്പെടുമ്പോൾ ഇത്തരം പരിശോധനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പ്രമുഖരായ 2 സംവിധായകർ അറസ്റ്റിലാകുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട സോഴ്സ് എന്താണെന്ന് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ വേടന് എവിടുന്നാണ് കഞ്ചാവ് ലഭിച്ചിട്ടുള്ളത്, കഞ്ചാവ് എത്തിച്ചത് ആരാണ് എന്നുള്ളത് വ്യക്തതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തൽക്കാലം പോലീസ് തയ്യാറല്ല എന്ന് തന്നെയാണ് നമ്മളോട് പ്രതികരിച്ച CI AJ യേശുദാസ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ സ്ഥിരീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റ് വൈദ്യപരിശോധനകൾ തുടർ നടപടികൾ ഉണ്ടാകും, ജാമ്യം ലഭിക്കും
എന്നിരുന്നാൽ പോലും ഈ കലാരംഗത്ത് ഇത്രയധികം സജീവമായിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കനകക്കുന്നിലെ പരിപാടിക്ക് 6000 പേർക്കാണ് അവിടെ നിന്ന് കാണാനുള്ള സംവിധാനമുള്ളത്. ആ ഇടത്ത് 15,000-ത്തിലധികം പേരാണ്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ 15,000-ത്തിലധികം പേരാണ് വേടൻ്റെ പരിപാടി കാണാനായി ഇടിച്ചു കയറിയത്. ഐലൻഡ് കുർദിയെ പറ്റി വരികളിൽ പറയുന്നു, വേടൻ്റെ കവിതകളിൽ പറയുന്നു, അതുപോലെ വിവിധ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകൾ പറയുന്നു, പലസ്തീനെ പറ്റി പറയുന്നു. ഇത്തരത്തിലുള്ള ലോകവീക്ഷണമുള്ള, അതായത് യുവജനങ്ങൾക്ക് പൊളിറ്റിക്കലി നിങ്ങൾ അവെയറാകൂ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ലഹരി വിമുക്തത യുവജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രൈം കാണിക്കുന്നത്, ഈ പറയുന്നത് പോലെ അളവിൽ ചെറുതാണെങ്കിൽ പോലും ഇത് ക്രൈം തന്നെയാണ്. കുറ്റകരമായ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടുന്ന നോട്ടബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് വേടൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സാഹചര്യം തന്നെയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും പോലീസ് ഇതുമായുള്ള തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് 9 പേരും, വേടർ ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യം ലഭിക്കുന്ന കേസാണ്. എന്നിരുന്നാൽ പോലും ഇത് ഒരു നല്ല സന്ദേശമല്ല സമൂഹത്തിന് നൽകുന്നത്. പ്രത്യേകിച്ച് സമൂഹം വേടന്റെ റാപ്പർ വേടന്റെ ഫ്ളാറ്റിന് മുന്നിൽ നിന്നും ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ വേടനെ പോലെയുള്ള സംഘത്തിലുണ്ടായിരുന്ന കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. സിനിമാ മേഖലയ്ക്ക് പുറമെ കലാരംഗത്തും സംഗീത രംഗത്തും ലഹരിയുടെ ഒരു വലിയ രീതിയിലുള്ള അപകടം പതിയിരിക്കുന്നുണ്ട്. നിരവധി ചെറുപ്പക്കാർ ലഹരിയിലേക്ക് പോകുന്നുണ്ട്, ലഹരിയുടെ അടിമകളാകുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തകളും. സിനിമാ മേഖലയിലുള്ളവരുടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എക്സൈസും പോലീസും പരിശോധിക്കുന്നുണ്ട്. അതിനിടെ